അപ്പോൾ അതാ നമ്മൾ KSUക്കാരെ വിട്ടു. നമുക്ക് ഈ കോളേജിന്റെ തന്നെ മറ്റൊരിടത്ത് കുറച്ച് SFIക്കാരെ കണ്ടു കിട്ടിയിട്ടുണ്ട്. നിശ്ചയമായി ക്യാമ്പസ് രാഷ്ട്രീയം, ക്യാമ്പസ് ജീവിതമൊക്കെ. ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് കണക്ക് കൂട്ടണ്ട, ഒരു വിദ്യാർത്ഥി സംഘടന എന്നൊരു രീതിയിൽ കണക്ക് കൂട്ടിയാൽ മതി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഉയർത്തുന്ന ശബ്ദം. ഈ സംഘടനയിലേക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾ വലുതായി വരുന്നില്ല, എത്തുന്നില്ല എന്നൊരു ഒരു പരാതി ഉണ്ടോ? വളരെ തെറ്റായ ഒരു ധാരണയാണത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് ഒറ്റ KSUവിൻ്റെ ഒറ്റ യൂണിയൻ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. MG യൂണിവേഴ്സിറ്റി എടുത്താലും എല്ലായിടവും ഇപ്പം SFI എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ഐഡിയോളജി, കമ്മ്യൂണിസം ഐഡിയോളജി, സോഷ്യലിസ്റ്റ് ഐഡിയോളജി പ്രകാരം തന്നെ കുട്ടികൾ ഒരുപാട് വരുന്നുണ്ട്. കുട്ടികൾക്ക് അറിയാം സത്യാവസ്ഥ എന്തെന്നും. പുറത്തെ രാഷ്ട്രീയം, പൊളിറ്റിക്സ്, അതിലുണ്ടാകുന്ന വിവാദങ്ങൾ, അതൊക്കെ എത്രത്തോളം ക്യാമ്പസിനകത്ത് ചർച്ചയാവുന്നുണ്ട്? പുറത്തുള്ള പല കാര്യങ്ങളും ക്യാമ്പസിനുള്ളിൽ ചർച്ചയാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചയാകുന്നുണ്ട്. മാങ്കൂട്ടത്തിൻ്റെ കേസായാൽ പോലും സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുമ്പം അത് ഒരു സ്ത്രീക്ക് അനുഭവപ്പെട്ടാൽ തന്നെ കോളേജിലുള്ളയും പെൺകുട്ടികൾക്കും അതെല്ലാം അനുഭവപ്പെടും ഒക്കെ ചെയ്യും. അപ്പം അത് പുറത്തുള്ള രാഷ്ട്രീയത്തിൻ്റെ തെറ്റുകളും ഇതെല്ലാം കണ്ടല്ല പുതിയ തലമുറ വളർന്നു വരുന്നത്. അപ്പം അവർ സത്യം എന്തെന്ന് അറിയട്ടെ. ശരി, പുതിയ തലമുറ എന്തേ പൊളിറ്റിക്സിൽ നിന്ന് അകലുന്നു? പലരും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ വേണം. നമ്മൾ ഒരുപാട് റീൽസ് കാണുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും മാറ്റങ്ങൾ വേണം. പക്ഷേ അവർക്കൊന്നും പൊളിറ്റിക്സിനെ പറ്റി അറിയാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ഒരു വലിയ നേതാവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പൊളിറ്റിക്സ് ഇൻ്റർഫിയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ട, ഇപ്പോൾ തിരഞ്ഞെടുപ്പായാലും നമുക്കിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നമുക്കൊരാൾ വന്ന് നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്, നമുക്ക് റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ അയാളോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് വേണം, നമ്മുടെ ആവശ്യം ഇത് വേണമെന്ന് പറഞ്ഞ് നടത്താൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ വന്നു എന്ന് വെച്ചിട്ട് അയാൾ മേളിലിരിക്കുകയാണ്, അങ്ങനെ ഒരു ചിന്താഗതി വേണ്ട. എല്ലാവരും നമുക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ എല്ലാത്തിനും ഓപ്ഷനുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഇവർ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ചേഞ്ച് വേണം, പക്ഷെ മിണ്ടാണെന്ന് ചേഞ്ച് ആവുമോ? ഇപ്പോൾ ഇത്രയും നമുക്ക് ഫ്രീഡം കിട്ടിയ പലരും ശബ്ദം ഉയർത്തുന്ന സമയം ശബ്ദം ഉയർത്തിയോണ്ട് മാത്രമാണ്. നിങ്ങൾ ശബ്ദം ഉയർത്താറുണ്ടോ അവസരം കിട്ടുമ്പോഴൊക്കെ? ഉണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ ഇപ്പോഴേ ഈ യൂണിയൻ ഇല്ല, കേസിലാണ്, സ്റ്റേ ആണ്. എന്തായിരുന്നു അതിന്റെ സാഹചര്യം? എന്തായിരുന്നു അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ രീതിക്കും വലിയ രീതിക്കും നമ്മുടെ എതിർ മുന്നണിക്കുണ്ടായ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ കൃത്രിമ കാര്യങ്ങളുണ്ടായി, കോളേജ് ഭാഗത്തു നിന്നുണ്ടായി. അതായത് മെയിൻ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് അറ്റൻഡൻസ് ക്ലാസ്സിൽ കയറാനായിട്ട് അറ്റൻഡൻസ് കൊടുത്ത സാഹചര്യം ഉണ്ടായി. അതിനെ നമ്മൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്തു. അതിനകത്തുള്ള കൃത്രിമം ചൂണ്ടിക്കാട്ടി ഞങ്ങൾ കോടതിയെ സമീപിച്ചതിൽ ഹർജി ലഭിച്ചു. അങ്ങനെയാണ് സ്റ്റേ ആയത്, ഇലക്ഷൻ ഇല്ലാതായത്. ശരി, അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അത് ഈ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഇൻഫ്ലുവൻഷ്യലായ ഒരു വിഷയമാണ് എന്ന് തോന്നുന്നുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വിഷയമാകും. കേരളത്തിൻ്റെ തന്നെ ഭൂരിപക്ഷം സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ അത് ചർച്ചയാവണം. കേരളത്തിലെ 50% റിസർവേഷൻ സ്ത്രീകൾക്ക് കൊണ്ടുവന്നത് PS അച്യുതാനന്ദൻ സർക്കാരാണ്. ഈ റിസർവേഷൻ ഇല്ല എന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര സ്ത്രീകൾ മുന്നോട്ട് വരും? ഇതുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ ഭൂരിപക്ഷ സമൂഹത്തിനും ഒരു പ്രാതിനിധ്യം കിട്ടുന്നത്. നമുക്കൊരാൾക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിലേ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. സ്ത്രീകളുടെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും സ്ത്രീകൾക്കേ മനസ്സിലാവത്തുള്ളൂ. അതായത് അവർ ജീവിച്ച അനുഭവമല്ലേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, രാജിവെക്കണമെന്നാണോ പറയാനുള്ളത്? അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. അർഹതയുള്ളതായിട്ട് തോന്നുന്നില്ല നമുക്ക്. അർഹതയുള്ളതായിട്ട്, കാരണം ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. കാരണം അദ്ദേഹം ഒരു നേതാവാണ്. അപ്പോൾ ആ ബഹുതയൊക്കെ ഉണ്ടാവണം. ഇപ്പൊ നമ്മളിപ്പോ പ്രായത്തിന് എത്ര നാൾ മുമ്പത്തെ കേസ് കുത്തിപ്പോക്കുന്ന പറഞ്ഞാലും ഇപ്പൊ ഞാനാണ്, അപ്പോൾ പെണ്ണാ, അത് നമുക്കും അമ്മയും പെങ്ങളും ഉണ്ട്. ആരോട് എന്താണ് പറയുന്നത് പോകുന്നത് നമ്മൾ ഏത് പ്രായത്തിൽ നമുക്ക് ഉണ്ടാവണം. അത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടേണ്ടതും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഇടപെടലോട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം. അതില്ലാത്ത ഒരാൾ നേതാഭാഗം കയറി നിന്നിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും, അത് അറിയത്തില്ല. നിങ്ങൾ SFIക്കാർക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്തായാലും, നിങ്ങൾ പിണറായിയെ പോലെ M സ്വരാജിനെ പോലെയൊക്കെ ഇങ്ങനെ കടുകട്ടിയായി നിൽക്കും, ഒരു ലൈറ്റ് അല്ല, സോഫ്റ്റ് അല്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഗൗരവം കുറച്ച് കൂടുതലാണ്. ആ ഗൗരവം കളയണോ? ഒരിക്കലും ഇല്ല, അങ്ങനെയല്ല. ഞങ്ങൾ വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടർന്ന് ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിൽക്കുക. അപ്പം നമ്മളൊരു സ്ഥാനത്തേക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതാവാം. ഗൗരവം കാണിക്കേണ്ടടുത്ത് ഗൗരവം കാണിക്കണം എന്നാണ്. ഗൗരവം കാണിക്കേണ്ടടുത്ത് കാണിക്കണം. ഇപ്പം നാളെ നമ്മളൊരു ഓഫീസിൽ ചെന്ന് ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ സംസാരിക്കേണ്ടടുത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കുകയും വേണം, പറയേണ്ടടുത്ത് പറയണം, അടിക്കേണ്ടടുത്ത് അടിക്കണം. അതുകൊണ്ടാണ് SFI ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നു, ക്രിമിനൽ സംഘമായി മാറുന്നു. എങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് ഭഗത് സിംഗ് പോലുള്ള മഹത് വ്യക്തികള് അവിടെ ഒരു പ്രശ്നത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് അവിടെ എതിർക്കേണ്ട സ്ഥാനങ്ങളിൽ എതിർക്കണം. എതിർത്തില്ലെങ്കിൽ അവര് ക്രിമിനൽസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
അവരപ്പം അങ്ങനെ ചെയ്തില്ലായിരുന്നു ഇപ്പൊ നമ്മളിങ്ങനെ നടക്കൂ. ഇപ്പൊ അടിക്കുന്നിടത്ത് അടിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ സർവകലാശാലയിൽ ജാതി പറഞ്ഞിട്ട് പോയത്. അപ്പൊ കാലം അങ്ങനെ തന്നെ പറയൂ, നമ്മളും അത് തന്നെ പറയൂ. ഇപ്പൊ ഇനിയും പറയും, ആരും ഒന്നുമില്ല അത് തന്നെ പറയും. ഇപ്പൊ എന്നോടോ ഇപ്പൊ താങ്കളോടായാലും ഇപ്പൊ നിങ്ങളുടെ ജാതി പേര് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അത് പണ്ടങ്ങ എല്ലാ ഒരു ബുക്ക് എഴുതി വെച്ചെന്ന് വെച്ചാൽ എല്ലാ ശരിയാണോ ഉണ്ടല്ലോ, ഇല്ലല്ലോ. അതിനാണ് കാലമാര് നിലത്തടിക്കേണ്ട സാഹചര്യം വന്നാൽ ചെയ്യണം ചല്ലേണ്ട അടുത്ത് ചെല്ലണം, പറയേണ്ട അടുത്ത് പറയണം. നമ്മള് എല്ലായ്പ്പോഴും നമ്മള് ഈ വയലൻസ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ കാര്യമായിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു മാന്യമായിട്ട് പറയേണ്ട അടുത്ത് പറയും. പക്ഷെ പറഞ്ഞതിന് ശേഷവും നമ്മൾ വീണ്ടും നമ്മളെ പലയിടത്തും നമ്മൾ സൈലന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി കൊടുക്കുമ്പോൾ നമ്മൾ തലയിൽ കയറി നിറങ്ങുന്ന ഒരു സ്വഭാവം പലയിടത്തും കാണുന്നുണ്ട്. എന്നാലും ഇച്ചിരി ഗൗരവമൊക്കെ ഇടക്കൊന്ന് മാറ്റി പിടിക്കാം, ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് ലൈറ്റായി സോഫ്റ്റ് ആവാം, അങ്ങനെയുണ്ടോ? സോഫ്റ്റ് ആണ്, ഞങ്ങളെല്ലാം ക്യാമ്പസിലെല്ലാം സോഫ്റ്റ് ആണ്. കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായിട്ടുള്ള എല്ലാവിധമായ കരുതലുകളും ഉണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങളായാലും എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. എന്നാൽ ഇടക്കാലത്ത് വന്ന ചെറുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ രീതിക്ക് വന്ന ഒരു അഭാവത്തിലാണ് അവർ കയറി ഗോൾ അടിച്ചത്. വോട്ടിന്റെ കാര്യം ചോദിക്കാൻ മറന്നു. എല്ലാവരും വോട്ടുള്ളവരാണ് അല്ലേ? വോട്ട് വികസനത്തിനാണോ രാഷ്ട്രീയത്തിനാണോ? വോട്ട് വികസനത്തിന് തന്നെയാണ്.